ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ഇസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിമോണിറ്റൈസേഷൻ. നമുക്ക് ഈ തന്നിട്ടുള്ള ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ഓരോ ഫാക്ടേഴ്സും അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ മണി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മണിയിലും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലും ഉണ്ടായ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കാം. ആ ഇമ്പാക്റ്റ് നോക്കുക. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡിക്ലൈൻ ചെയ്തു. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡിക്ലൈൻ ചെയ്യാന്ന് വെച്ചാൽ ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഡിമോണിറ്റൈസേഷന്റെ ലക്ഷ്യം. മറ്റൊന്ന് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഇൻക്രീസ്ഡ്. ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. കാരണം ആളുകൾ അൺഅക്കൗണ്ടഡ് ആയിട്ടുണ്ടായിരുന്ന മണിയെ അക്കൗണ്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാന കാരണം. ആൻഡ് ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ സേവിങ്സ്. അങ്ങനെ അക്കൗണ്ട് ചെയ്തതോടുകൂടി തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് പോയിന്റ് നോക്കാം. പ്രൈവറ്റ് വെൽത്ത് ആണ്. പലരുടെയും പ്രൈവറ്റ് വെൽത്ത് ഡിക്ലൈൻ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഡിക്ലൈൻ ചെയ്തു എന്ന് പറയുന്നതിനുള്ള കാരണം ആളുകൾ പലപ്പോഴായി ഹോൾഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അൺഅക്കൗണ്ട് ചെയ്തിരുന്ന മണി അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തേർഡ് വൺ പബ്ലിക് സെക്ടർ വെൽത്ത് ആണ്. പബ്ലിക് സെക്ടർ നമുക്കറിയാം ഗവൺമെന്റിന്റെ വെൽത്ത് ആണ്. പബ്ലിക് സെക്ടർ വെൽത്തിൽ ഒരു ഇഫക്റ്റും ഡിമോണിറ്റൈസേഷൻ ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഡിജിറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ ആണ്. ഇവിടെ ഇന്ത്യയിൽ കൂടുതൽ ഡിമോണിറ്റൈസേഷന് ശേഷം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒരുപാട് വർദ്ധിക്കേണ്ടായി. റുപേ, ഫോൺ പേ തുടങ്ങിയ അല്ലെങ്കിൽ പേടിഎം പോലെയുള്ള ഡിജിറ്റലൈസ്ഡ് മെത്തേഡ്സ് കൂടുതൽ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. അടുത്ത നമുക്ക് നോക്കാം റിയൽ എസ്റ്റേറ്റിൽ എന്താണ് സംഭവിച്ചത്. നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖല, അതായത് വസ്തുക്കളുടെ വാങ്ങലും വിൽക്കലും അടക്കം വരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റിയൽ എസ്റ്റേറ്റിന്റെ പ്രൈസ് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ടാക്സ് കളക്ഷൻ. ടാക്സ് കളക്ഷനുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ടാക്സ് കളക്ഷൻ ഇൻക്രീസ് ചെയ്തു, റൈസ് ചെയ്തു. കാരണം ആളുകൾ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്ന ഫിനാൻസ് അല്ലെങ്കിൽ അവരുടെ വെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഫണ്ട് ഡിസ്ക്ലോസ് ചെയ്തു. അതുവഴി അവരുടെ ടാക്സ് പേയ്മെന്റ് ഇൻക്രീസ് ചെയ്തു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കളക്ഷൻ ഇംപ്രൂവ് ചെയ്തു. ഇത്രയുമാണ് ഡിമോണിറ്റൈസേഷന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആയിട്ട് നാം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക.